എന്താ മോളെ? നമ്മുടെ ആഗ്നസ് ഇന്ന് വീട്ടിൽ വന്നിട്ടില്ല. ഹോസ്റ്റലിൽ നിന്ന് എവിടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ വിളിച്ചപ്പോ ഹോസ്റ്റലിലാണെന്ന് കള്ളം പറയുകയും ചെയ്തു. എന്തോ കള്ളത്തരമുണ്ട്, എനിക്ക് ഉറപ്പാ. ചിലപ്പോ വല്ല കസിൻസിന്റെ വീട്ടിലും. ഞാൻ അറിയാത്ത ഏത് കസിൻസാ അവൾക്ക്? എനിക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛാ, ഹലോ. ഏയ്, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ഛൻ എപ്പോഴും അവൾക്ക് സപ്പോർട്ടാ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഒടുക്കം എന്നെ കുറ്റം പറയരുത്. അച്ഛൻ വിളിക്കാം മോളെ. ആഗ്നസിനെ വിളിക്കാം. ശരി അച്ഛാ. അച്ഛാ, അച്ഛാ. ആഗ്നസ്, ആഗ്നസ്, എന്താ ആഗ്നസ്? അച്ഛാ, ഇതൊന്ന് പിടിക്കോ? ഇവിടെ ഒരു ഹാങ്ങർ പോലും ഇല്ല. ഒരു മിനിറ്റേ. ആ, ദാ ഇതുകൂടെ ഉണ്ട്. അച്ഛാ, ഇതുകൂടെ പ്ലീസ്. ഒരു സസ്പെൻസ് ഉണ്ട്. ഇവിടെ മുമ്പ് സുന്ദരിയായ ഒരു വേലക്കാരി ഉണ്ടായിരുന്നിരിക്കണം.
എനിക്ക് അവളുടെ ഡ്രസ്സ് കിട്ടി. നോക്കൂ, എനിക്ക് കറക്റ്റ് പാകാ. അല്ല, ഇത് മാറ്റുന്നില്ലേ? ഈ ഗെറ്റ് ഭയങ്കര ബോറാ. അല്ലെങ്കിലും അച്ഛനും ഒരു ഡ്രസ് സെൻസും ഇല്ല. എന്റെ ക്ലാസ്സിൽ സിദ്ധിയെ കണ്ടിട്ടുണ്ടോ? അവന്റെ യൂണിഫോം പാൻറ് പോലും ലോ വേസ്റ്റാ. ഞങ്ങളുടെ ക്ലാസ്സിൽ അവന്റെ ഷെഡിയുടെ ഇലാസ്റ്റിക് ഒളിച്ചു നോക്കാത്ത ഒറ്റ പെൺകുട്ടിയും ഉണ്ടാവില്ല. ബോറത്തികള് അല്ലേ? അച്ഛൻ്റെ അമ്മ ആള് മോശക്കാരിയൊന്നും അല്ല. ഒരു ദിവസം അവളെ നോക്കുന്നത് ഞാൻ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അതിന് എത്ര പിച്ചെന്നുള്ള എനിക്ക് കിട്ടിയെന്നറിയോ? ആഗ്നസ് പ്ലീസ്, ഇപ്പൊ തന്നെ അവളുടെ ഫോൺ വന്നതിന്റെ ടെൻഷനില്ല ഞാൻ. അത് സ്വിച്ച് ഓഫ് ചെയ്തൂടെ? സ്വിച്ച് ഓഫ് ചെയ്താൽ നിനക്ക് അറിഞ്ഞൂടെ? സരുവിന് സംശയമാവും. എനിക്ക് അമ്മയെ മനസ്സിലാവുന്നേ ഇല്ല. അമ്മൂനെ പോലെ എന്നെ നോക്കണ ആളല്ലേ. എന്നിട്ടെന്താ അച്ഛനോട് മാത്രം ഇത്ര വെറുപ്പ്? ഞങ്ങൾക്കറിയാത്ത എന്തോ സീക്രറ്റ്സ്. യെസ്, അതുറപ്പാ. നിനക്ക് ഈ രാത്രി നശിപ്പിക്കണല്ലേ? അയ്യോ സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചൂടാവല്ലേ? ഏയ് അച്ഛാ. നിനക്കറിഞ്ഞൂടെ അവളെന്നെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്യണമെന്ന്? ഏയ് കം ഓൺ. എന്നോട് പക തീർക്ക അവള്. അച്ഛാ ലീവ് ഇറ്റ്. ಅಳಿವೇಣಿ ಎಂದು ಚೀವು ಅಳಿವೇಣಿ ಎಂದು ಚೀವು ಅಳಿವೇಣಿ ಎಂದು ಚೀವು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೀವು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೀವು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೀವು ಹಂದ. അതൊക്കെ പോട്ടെ, സംഭവം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് സംഭവം? കൊള്ളാം. എനിക്കറിയായിരുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി അത് വാങ്ങിക്കാനുള്ള കച്ചൊന്നും അച്ഛനില്ല. പ്രശ്നമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. നീ വാങ്ങിയോ? അതല്ല, പിൽസ്.
4 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കഴിക്കണം. ഓർമ്മിപ്പിക്കണേ. എനിക്കത് എടുത്തു തന്ന മെഡിക്കൽ ഷോപ്പിലെ അങ്കിള് ഇപ്പൊ ടെൻഷൻ അടിച്ച് മരിച്ചിട്ടുണ്ടാവും. അതെന്താ? പുള്ളിക്കാരന് എന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായി പാഡ് വാങ്ങിയിരുന്നത് പുള്ളിയുടെ കടയിൽ നിന്നാ. ഇന്ന് രാത്രി ഈ കന്യക ഏത് തത്തമ്മ ചുണ്ടന്റെ കയ്യിലാണ് പിടയുന്നതെന്ന് ഓർത്തിട്ട് ആ പാവം ഉറങ്ങില്ല. ഈ ഷർട്ടൊന്ന് ഊരെന്നേ. ഈ നെഞ്ചിലെ കിളിക്കൂട് ഞാനൊന്ന് കാണട്ടെ. എൻ്റെ ഒരു പടം വരയ്ക്കോ? ഇപ്പോഴോ? ഇപ്പൊ വേണം. എന്നെ നോക്കി വരയ്ക്കണം. ഇന്നത്തെ എന്നെ ഇനി ആർക്കും ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല. എന്താ കാര്യം എന്നറിയോ? ഈ രാത്രിക്ക് ശേഷം എന്നെ നോക്കി ആർക്കും ഒരു കന്യകയുടെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല, അല്ലേ? അതിന് ഞാൻ